അടുത്ത ക്വസ്റ്റ്യൻ. In the following question below are given some statements followed by some conclusions based on those statements. Taking the given statements to be true, even if they seem to be at variance from commonly known facts. Read all the conclusions and then decide which of the given conclusion logically follows the given statements. അതായത് ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, 3 കൺക്ലൂഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഈ കൺക്ലൂഷനിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട്, ഏതൊക്കെയാണ് ഈ കൺക്ലൂഷനിൽ ഏതൊക്കെ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വരച്ച് നോക്കാം. സം നംകീൻ ആർ പിസ. സ്റ്റേറ്റ്മെൻറ്റ് തന്നത് സം നംകീൻ ആർ പിസ. ഇത് നംകീൻ ആണെന്ന് വിചാരിക്കുക. സം നംകീൻ ആർ പിസ അല്ലേ? നോ പിസ്സ ഈസ് ബിസ്ക്കറ്റ്. നോ പിസ്സ ഈസ് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റും പിസ്സയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോ പിസ്സ ഈസ് ബിസ്ക്കറ്റ്. കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോ ബിസ്ക്കറ്റ് ഈസ് നെംകിൻ. നോ ബിസ്ക്കറ്റ് ഈസ് നെംകിൻ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കുറച്ച് സം നെംകിൻ ആർ പിസ്സ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഓൾ നെംകിൻ ആർ പിസ്സ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ചില ഇത് മാത്രമേ പിസ്സ ആയിട്ട് വരുന്നുള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പോസിബിലിറ്റി വേണമെങ്കിൽ നംകിൻ എന്താവാം, ബിസ്ക്കറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ നോ ബിസ്ക്കറ്റ് ഈസ് പിസ്സ. നോ ബിസ്ക്കറ്റ് ഈസ് പിസ്സ അത് ഓക്കെയാണ് അല്ലേ? കാരണം നോ പിസ്സ ഈസ് ബിസ്ക്കറ്റ്, അപ്പോൾ നോ ബിസ്ക്കറ്റ് ഈസ് പിസ്സ അത് കറക്റ്റാണ്. ഇനി അടുത്തത് സം പിസ്സ ആർ നോട്ട് ബിസ്ക്കറ്റ്. അതും ശരിയാണ്. സം പിസ്സ ആർ നോട്ട് ബിസ്ക്കറ്റ് അതും എന്താണ്, ശരിയാണ്. അപ്പോൾ ബോത്ത് കൺക്ലൂഷൻ 2 and 3 ആണ് ഓപ്ഷൻ വരിക. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ബിഹേവ് ഈസ് കോഡഡ് as DCJYND. വാട്ട് ഈസ് ദ കോഡ് ഫോർ ക്ലിനിക് ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? അതായത് ഇവിടെ ഒരു വേർഡിന് നമുക്കൊരു പ്രത്യേക കോഡ് തന്നിട്ടുണ്ട്. ബിഹാഫിന് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത് DCJYND എന്ന് പറഞ്ഞിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ കോഡ് ലാംഗ്വേജ് പ്രകാരം ക്ലിനിക്കിൽ നമ്മൾ ഏത് കോഡാണ് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഡി വരിക. ഇയുടെ 2 പൊസിഷൻ മുന്നെയാണ് സി വരുന്നത്, അപ്പം -2. എച്ച് കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ജെ വരിക. എയുടെ 2 പൊസിഷൻ മുന്നെയാണ് വൈ വരുന്നത്. 2 പൊസിഷൻ മുന്നെയാണ് വൈ വരുന്നത്. എൽ കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സീരീസ് വരുന്നത് എങ്ങനെയാണ്? +2 -2 +2 -2 +2 -2 അങ്ങനെയാണ് ആ സീരീസിൻ്റെ പൊസിഷൻ വാല്യൂസിൽ വരുന്ന ചേഞ്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലിനിക്കിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ +2 ചെയ്യാം അല്ലേ? ആദ്യം +2 ചെയ്യുമ്പം ഇ വരും, -2 ചെയ്യുമ്പം ജെ വരും. +2 ഇവിടെ ചെയ്യുമ്പോൾ ഐനോട് +2 എന്ന് പറഞ്ഞാൽ കെ വരും, എന്നിനോട് -2 എന്ന് പറഞ്ഞാൽ എൽ വരും. EJKL ഇവിടെ നോക്കുക, EJKL വരുന്ന 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ -2 ചെയ്തു, ഇനി +2 IJK കെ ആണ് വരിക അല്ലേ? അപ്പോൾ നോക്കുക EJKLKA EJKL ആണ് ഇവിടെ വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ 1 ഓപ്ഷൻ എ അല്ല, EJKLK ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ചെയ്യണം എന്നില്ല, കാരണം വെറുതെ സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദി ഗിവൺ സീരീസ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൽ നമ്മൾ മിസ്സായിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 86 107 82 111 78 115. അപ്പോൾ അടുത്തത് ഏതാ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, 107 86 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരിക? 21 ആണ് വരിക. വീണ്ടും 107 82 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25 ആണ്. അതായത് ഇവിടെ +21 ചെയ്തു, ഇവിടെ മൈനസ് ആണ് ചെയ്തിരിക്കുന്നത്, -25 ചെയ്തു. ഇനി അടുത്ത നോക്കാം,
111ഉം 82ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 29 ആണ്. 29 എന്ന് പറഞ്ഞാൽ ഇവിടെ +29 ആണ് ചെയ്തിരിക്കുന്നത്. ഇനി 111ഉം 78ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരിക? 33 അല്ലേ? മൈനസ് ആണ് വരിക അല്ലേ? 111നോട് 33 കുറച്ചാലല്ലേ 78 കിട്ടുക. ഇനി അടുത്തത് എത്രയാ? 78നോട് എത്ര കൂട്ടിയാലാണ് 115 കിട്ടുക? 37 ആണോ? 115 മൈനസ് 78 എന്ന് പറയുമ്പോൾ 7 3 ആണ് 37. അപ്പോൾ ഇവിടെ +37. ഈ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ നമ്പറിലും എന്താണ് 4 ഏഡായി വരുന്നുണ്ട് അല്ലേ? ഈ സൈന് നോക്കണ്ട, ഇവിടെ നോക്കാം. 21, 25, 29, 33, 37 ഓരോന്നിനോടും എന്താണ് 4 കൂട്ടിയാണ് വരുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ എന്താ വേറൊരു ഡിഫറൻസ് എന്താണ്? ഇവിടെ പ്ലസ് ആണെങ്കിൽ അടുത്തത് വരുന്നത് മൈനസ് ആണ്. വീണ്ടും പ്ലസ്, വീണ്ടും മൈനസ്, വീണ്ടും പ്ലസ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും വരിക. പിന്നെ അടുത്ത സംഖ്യ എന്താ ചെയ്യേണ്ടത്? 115നോട് എത്രയാണ് കുറയ്ക്കേണ്ടി വരിക? 37നോട് 4 കൂട്ടിയാൽ എത്രയാണ്? 41 അപ്പം 115നോട് 41 കുറച്ചിട്ടുള്ള സംഖ്യയാണ് ആ സീരീസിലെ ആ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്ന ഭാഗത്ത് വരുന്ന നമ്പർ വരിക. 4 7 74. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദി ഗിവൺ ഓപ്ഷൻ ഫിഗേഴ്സ് സെലക്ട് ദ വൺ ഇൻ വിച്ച് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഈസ് ഹിഡൻ ഓർ എംബഡഡ്. റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു പോർഷൻ ഇതിലേതോ ഒരു ഓപ്ഷൻസിൽ ഇവിടെ ഓപ്ഷൻ 1, 2, 3, 4 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏത് ഫിഗറിലാണ് ഈ ഒരു പോർഷൻ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇങ്ങനെ ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ടോ? ഇവിടെ വരുന്നില്ല. ഈ റൊട്ടേഷൻ ഒന്നും അലോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോർഷൻ അല്ലേ വരുന്നത്? ഈ ഒരു പോർഷൻ വരുന്ന ഈ ഫിഗറിലല്ലേ വരുന്നത്? അപ്പം ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് 2 numbers ഷുഡ് ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? അതായത് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഈ ഇക്വേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻസും ചെയ്ത് നോക്കണം. 5ഉം 3ഉം ഇവിടെ 0 എന്നുള്ളത് കൊണ്ട് നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേം എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ ഇവിടെ 5ഉം 3ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഇത് നോക്കണ്ട. 3 + 1 അല്ല ഇവിടെ വരുന്നത്. 3 + 1 4 ആണ്, 2 അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. 5ഉം 2ഉം നോക്കാം. ഇവിടെ 2 + 1 3 അതും അല്ല, 5 അല്ല. 5 ആണ് അവിടെ കിട്ടേണ്ടത്, പക്ഷെ അവിടെ 3 ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് നോക്കാം. 1ഉം 3ഉം 5 + 3 അതും അല്ല. 5 + 3 8 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് കിട്ടേണ്ട ഓപ്ഷൻ എന്താണ്? 2 ആണ്. 2ഉം 0ഉം 5 മൈനസ് ഇത് നമ്മൾ ചെയ്യണം. കാരണം 2ഉം 0ഉം ആണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 5 - 3 × 2 + 1 = എത്ര കിട്ടണം? നമുക്ക് 2 എന്ന് കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കാം. 5 മൈനസ് ഇവിടെ 0 ആണ് വരേണ്ടത്. 2 അല്ല, ഇവിടെ 0 ആണ് വരേണ്ടത്. 2ഉം 0 അല്ല ഇൻ്റർചേഞ്ച് ചെയ്തത്. അപ്പം നോക്കാം. ഇവിടെ 3ഉം 2ഉം 6 + 1 എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇത് നമുക്ക് നാലാമത്തെ ചെയ്ത് നോക്കണമെന്നില്ല. 3ഉം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും 4-ാമത്തെ തന്നെയായിരിക്കും ഓപ്ഷൻ വരിക. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Q × R means Q is the wife of R. Q + R means Q is the husband of R. Q / R means Q is the daughter of R. Q - R means Q is the brother of R. How is V related to T in the expression S - T / U
പ്ലസ് വി. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും പറഞ്ഞിട്ടുണ്ട് ക്യൂ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഈസ് ദ വൈഫ് ഓഫ് ആർ എന്നാണ്. അപ്പോൾ നമ്മൾ വൈഫിനെയും ഹസ്ബൻഡിനെയും റിലേറ്റ് ചെയ്തുകൊണ്ട് മാരീഡ് കപ്പിൾസിനെ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് 2 ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. പിന്നെ സിബിലിങ്സ് ആണെങ്കിൽ 1 ലൈന്. ഫീമെയിൽസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിൾ വെച്ചിട്ട് അല്ലെങ്കിൽ മൈനസ് വെച്ചിട്ട്, മെയിൽസിനെ ആണെങ്കിൽ സ്ക്വയർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് പ്ലസ് വെച്ചിട്ട്, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ജനറേഷൻ, ഓൾഡ് ജനറേഷൻ താഴെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ, മകൻ, മകൻ്റെ മകൻ, അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് മൈനസ് ടി എന്നാണ് അല്ലേ. എസ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യൂ മൈനസ് ആർ മീൻസ് ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ എസ് ഈസ് ദ ബ്രദർ ഓഫ് ടി. ഇനി ടി ഡിവൈഡഡ് ബൈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈസ് ദ ഡോട്ടർ ഓഫ് ആർ എന്നല്ലേ. ടി ഈസ് ദ ഡോട്ടർ ഓഫ് യു എന്നല്ലേ വരിക. ടി ഈസ് ദ ഡോട്ടർ ഓഫ്, ഡോട്ടർ എന്ന് പറയുമ്പോൾ സർക്കിള് ഓഫ് യു. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ യു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ആർ. യു ഹസ്ബൻഡ് ആണ്. അപ്പം മെയിലിന് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ ഹസ്ബൻഡ് ഓഫ് ആർ എന്നല്ലേ പറഞ്ഞത്, ഹസ്ബൻഡ് ഓഫ് വി. അപ്പം വി എന്തായിരിക്കും, ഫീമെയിൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ വി ടിയുടെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ടിയുടെ ആരാണ്, ഇത് ടിയുടെ അച്ഛനാണ് യു അല്ലേ. ടിയുടെ അമ്മയാണ്, മദറാണ് വി വരിക. അപ്പം ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദി ഗിവൺ സീരീസ്. ഇവിടെ നമുക്കൊരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്ന സ്ഥലത്ത് വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഓരോ നമ്പേഴ്സും വരുന്നത് എങ്ങനെയാണ്, 60 75 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 25 കിട്ടും അല്ലേ. 225 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 75 കിട്ടും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ 225 ഇൻറ്റു 3 ആണ് ഇവിടെ വരിക, അല്ലെങ്കിൽ 20 25 ഡിവൈഡഡ് ബൈ 3 ആണ് വരിക അല്ലേ. ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 18 12 6 3 18 22 7 പ്രാവശ്യം പോവും. 7 ഇൻറ്റു 3 22 21 വരിക. 5 ഇൻറ്റു 3 15 675. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെറ്റർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദ ബ്ലാങ്ക് ഇൻ ദ ഗിവൺ സീരീസ്. ഇവിടെ ഒരു ലെറ്റർ സീരീസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ബ്ലാങ്ക് ആണ് അല്ലേ. ആ പോർഷനിൽ വരുന്നത് ഏത് ലെറ്റർ സീരീസ്, ഏത് ലെറ്റർ ക്ലസ്റ്റർ ആണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പൊസിഷൻ ഒന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുക, പി ക്യു എസ് ടി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, പി ക്യു ആർ എസ് ടി അല്ലേ. പി ക്യു ആർ എസ് ടി. അപ്പോൾ 3 ഓപ്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ആർ എസ് യു വി എന്നല്ലേ വരുന്നത്. ആർ എസ് ടി ആയിരിക്കും രണ്ടാമത് വരിക. ടി എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. പി ക്യു ആർ എസ് ടി, ആർ എസ് ടി യു വി, ക്യു ആർ, അടുത്തത് വരുന്ന എസ് ടി യു, ക്യു ആർ എസ് ടി യു. അപ്പം ആർ ടി എസ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ. റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. അതായത് ഈ ഒരു പോർഷനിൽ, ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ട് ആ ഓപ്ഷൻസ് നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയാണ്, ഒരു സർക്കിൾ വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ, ആ ഒരു പോർഷൻ വരും. പിന്നെ ഇതിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഒരു പോർഷൻ വരും, ഇവിടുന്ന് ഇങ്ങനെ ഒരു പോർഷൻ വരും. പിന്നെ എന്താണ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ പോർഷൻ ഇതേപോലെ തന്നെ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ
ഇങ്ങനെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2. ഇത് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ 3യും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കുക, ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഒരു പോർഷനിലുള്ള വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ എങ്ങനെയാണ് വരിക? ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. 8 athletes Sunil, Abhishek, Mohit, Chinu, Rahul, Tanu, Koyal and Ankit are sitting around a circular table facing opposite to the center, not necessarily in the same order. ഒരു സർക്കുലർ ടേബിൾ ഉണ്ട്, അതിന് ചുറ്റിലായിട്ട് 8 അത്ലറ്റ്സ് ഇരിക്കുന്നുണ്ട്. 8 അത്ലറ്റ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? സെൻറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു സർക്കുലർ ടേബിൾ വരയ്ക്കാം, അതിന് ചുറ്റിലും 8 പേര് ഓപ്പോസിറ്റായിട്ട് ഫേസ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോയൽ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് രാഹുൽ. കോയൽ എന്ന് പറയുന്നത് എല്ലാവരുടെയും നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അഭിഷേകിൻ്റെയും അങ്കിതിൻ്റെയും മാത്രം 2 ലെറ്റേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോയൽ എന്ന് പറയുമ്പോൾ കെ എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കോയൽ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് രാഹുൽ. കോയൽ എന്ന് പറയുന്നത് രാഹുലിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ്. പിന്നെ എന്താണ്? തനു ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ചീനു. തനുവിനെ നമുക്ക് ഇവിടെ എഴുതി കഴിഞ്ഞാൽ തേർഡ് ടു ദ റൈറ്റ് ഓഫ് ചീനു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചീനുവിൻ്റെ തേർഡ് ടു ദ റൈറ്റ് ആണ് തനു വരുന്നത്. മോഹിത് ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സുനിൽ. മോഹിത് എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സുനിൽ. അഭിഷേക് ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ചീനു. അഭിഷേക് എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ചീനു ആണ്. ഇവിടെയാണ് അഭിഷേക് വരിക. തനു ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സുനിൽ. തനു എന്ന് പറയുന്നത് സുനിലിൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ്. അപ്പം സുനിൽ എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. സുനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തനു ലെഫ്റ്റിലേക്ക് രണ്ടാമത്തായിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ സുനിൽ അവിടെയാണെങ്കിൽ മോഹിത് എവിടെയാണ് വരിക? ഒരാൾ കഴിഞ്ഞ് അഭിഷേക് കഴിഞ്ഞിട്ട് ഇവിടെയാണ് മോഹിത് വരിക അല്ലേ? അതായത് സുനിലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ആളാണ് ആര് വരുന്നത്? മോഹിത് വരുന്നത്. ഇനി ആരാ ബാക്കിയുള്ളത്? നമുക്ക് കോയലും ഉണ്ട്, രാഹുലും ഉണ്ട്. കോയലിൻ്റെ രാഹുലിൻ്റെ ഇടയിൽ 2 പേര് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോയലിൻ്റെ റൈറ്റ് സൈഡിൽ 2 പേര് കഴിഞ്ഞിട്ടാണ് രാഹുൽ വരുന്നത്. അപ്പോൾ കോയൽ ഇവിടെ വരും, 1, 2. ഇവിടെ രാഹുലും വരും അല്ലേ? 2 പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വരുന്നുള്ളൂ പിന്നെയുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. 2 പേരുടെ ഗ്യാപ്പ് വരണം ഇവിടെ. അപ്പോൾ കോയലിൻ്റെയും രാഹുലിൻ്റെയും പൊസിഷൻ കിട്ടി. ഇനി അടുത്തത് ആരാണ് ബാക്കിയുള്ളത്? അങ്കിതാണ് ബാക്കിയുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹു ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കോയൽ എന്നാണ്. അപ്പോൾ കോയലിൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആരാണ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1, 2 മൂന്നാമത്തെ മോഹിത് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. ഓരോന്ന് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് 2024 ഫെബ്രുവരി 20 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 4 റീസണിംഗ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് വരുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.